ആൺ ലൈംഗികതയും പെൺ ലൈംഗികതയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. സ്ത്രീ ലൈംഗികത, സ്ത്രീ സെക്ഷുവാലിറ്റിയും മെയിൽ സെക്ഷുവാലിറ്റി കൂടുതൽ വിഷ്വലാണ്, ഫീമെയിൽ സെക്ഷുവാലിറ്റി കൂടുതൽ മെൻ്റലാണ്. മെയിൽ സെക്ഷുവാലിറ്റി കൂടുതൽ കണ്ണിലൂടെയാണ്, വിഷ്വലിലൂടെയാണ്, ലുക്കിലൂടെയാണ്, സ്റ്റിമുലേഷനിലൂടെയാണ്. എന്നാൽ ഫീമെയിൽ സെക്ഷുവാലിറ്റി കുറെ കൂടെ പേഴ്സണലൈസ്ഡും വ്യക്തിനിഷ്ഠവും മറ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത്, ബൈബിളാകട്ടെ, ഖുറാനാകട്ടെ, ഗീതയാകട്ടെ, പറയുന്നത് ആണിൻ്റെ കണ്ണിന് മിതത്വം വേണം, പെണ്ണിൻ്റെ വസ്ത്രത്തിനും മിതത്വം വേണം. ആണിന്റെ കണ്ണിനാണ് ആദ്യം മിതത്വം വേണമെന്ന് പറയുന്നത്, പെണ്ണിന്റെ വസ്ത്രത്തിനല്ല. ഖുറാനിലെ ഒരു വചനം തന്നെ എങ്ങനെയാണ്? ആണിന്റെ കണ്ണിന് മിതത്വം വേണം, പെണ്ണിന്റെ വസ്ത്രത്തിലും മിതത്വം വേണം. എന്തുകൊണ്ടാണെന്ന് കൂടെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയാണ് അമല പോൾ. നമ്മുടെ റൺ ബേബി റണ്ണിലൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. തമിഴിലൊക്കെ ഒരുപാട് വലിയ സിനിമകൾ ചെയ്തു. അമല പോൾ നമ്മുടെ കൊച്ചിയിലെ സെയിന്റ് ആൽബർട്ട്സിലാണെന്ന് തോന്നുന്നു, മറ്റേ കോളേജിൽ പോയി. അമല പോൾ ഉണ്ടായിരുന്നു, ആസിഫ് അലി ടൈറ്റും അല്ല, അതായത് വളരെ ലോനെക്കുള്ള ക്ലീവേജ് കാണിക്കുന്ന, അല്ലെങ്കിൽ മറ്റേ മൈക്രോ മിനി സ്കേർട്ടിട്ട് വരികയാണ്. അതൊരു പബ്ബിൽ പോകാൻ പറ്റിയ ഡ്രസ്സാണ്, നൈറ്റ് ക്ലബ്ബിൽ പോകാൻ പറ്റിയ ഡ്രസ്സാണ്. പക്ഷെ അതിട്ട് കോളേജിലേക്ക് വരുമ്പോൾ കോളേജിന്റെ സാഹചര്യം മുഴുവൻ മോശമാകുകയല്ലേ. അവിടെ ഇരിക്കുന്ന പയ്യന്മാർ മൊബൈൽ ഫോണിലും വീഡിയോയിലും ഒക്കെ എടുക്കുകയും കൂടുള്ള പെൺപിള്ളാരോട് സെക്ഷുവൽ സാധനങ്ങൾ പറയുകയും ഒക്കെ രീതിയിൽ ആ രംഗം മോശമാകുകയല്ലേ. ഈ രാഹുലീശ്വർ ഇത് പറയുമ്പം പോലും ഇത് കാണുന്ന സ്ത്രീകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വസ്ത്രധാരണം ഞങ്ങൾ എങ്ങനെ ഇടണമെന്ന് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ എന്ന് ചോദിച്ചാൽ 100% അല്ല, ഇത് 99 അല്ല, 100%. പക്ഷേ പബ്ബിലിടേണ്ടത് പബ്ബിലും, പള്ളിക്കൂടത്തിലിടേണ്ടത് പള്ളിക്കൂടത്തിലും ആകണം. പബ്ബിലിടുന്ന ഡ്രസ്സ് പള്ളിക്കൂടത്തിലിടുന്ന ഡ്രസ്സ് പബ്ബിലും ആവരുത്. ഉദാഹരണം ഞാൻ പറയാം. നല്ല കേരള ഹാഫ് സാരി, നമ്മളെ മലയാളി തനിമയുള്ളൊരു കുട്ടി, നല്ല കുറിയൊക്കെ തൊട്ട്, നല്ല മറ്റേ ധാവണിയൊക്കെ, അല്ലെങ്കിൽ നല്ല സാരി, സെറ്റ് സാരിയൊക്കെ എടുത്തൊരു പെൺകുട്ടി വരുന്നതിരിക്കട്ടെ, നാളെ ഇതേ ഡ്രസ്സിട്ട് അവർ പബ്ബിലോ നൈറ്റ് ക്ലബിലോ പോയാൽ നമ്മൾ എന്തായിരിക്കും പറയുക? കേരളീയ സ്ത്രീത്വം വരുന്നു എന്നാണോ നമ്മൾ കളിയാക്കി ചിരിക്കും, അല്ലെങ്കിൽ അപഹസിക്കും, അപമാനിക്കും, തുടങ്ങിയ കാര്യങ്ങളല്ലേ. എന്തുകൊണ്ട്? ആ ഡ്രസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പബ്ബിന്റെ സാഹചര്യമോ നൈറ്റ് ക്ലബിന്റെ സാഹചര്യങ്ങളോ ഒരു പാർട്ടി സാഹചര്യങ്ങളോ അതല്ല. ഡ്രസ് അക്കോർഡിംഗ് ടു ദി ഒക്കേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അമല പോൾ അവിടെ എടുത്ത് ഏറ്റവും മൈക്രോ മിനി സ്കേർട്സ്, ഏറ്റവും ഫ്രണ്ട് എക്സ്പോസ് ചെയ്യുന്ന ലോ നെക്ക് ലൈൻ. അപ്പൊ ഇത് ആ കോളേജ് അറ്റ്മോസ്ഫിയർ, അതായത് പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ അച്ഛന്മാരെല്ലാം ഉണ്ടായിരുന്ന വേദിയാണ്. അപ്പൊ നമ്മൾ സരസ്വതി ക്ഷേത്രമൊന്നോ അല്ലെങ്കിൽ വൈദികന്മാരും അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു മോശം സാഹചര്യം അവിടെ സൃഷ്ടിക്കും. അപ്പൊ അമല പോളിനെ പോലെ ഒരു വലിയ കലാകാരി, അല്ലെങ്കിൽ ഹണി റോസിനെ പോലും അവർ സാരിയാണ് ഇടുന്നത്. പക്ഷെ സാരി ഇടുന്നതിന് വേറെ ഹണി റോസിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്ന് കയറി വെക്കുകയാണ്. ഈ ഹണി റോസ് ഇപ്പം ഇടുന്ന ഏത് വസ്ത്രവും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഹണി റോസിനെ പോലെ മറ്റ് നടിമാരെ എടുത്താലും, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന കാര്യമാണ് തിയേറ്ററിൽ അല്ലെ പ്രസ് മീറ്റ് അല്ലെ ഇനാഗ്രേഷന്, ഇവിടെ എല്ലാം പോകുന്ന സമയത്ത് ഈ സ്ത്രീകൾ തന്നെ ക്യാമറ കാണുമ്പോൾ സാരി ഇറക്കിയിടുന്നു. അപ്പോൾ എൻ്റെ രാഹുലീശ്വർ ഇത്ര ഒരു അഡ്വക്കേറ്റും ഇത്രയും വിവരമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഒരു സംശയമാണ്, ഇവർ ഈ ചെയ്യുന്നത് 10 പേര് തിരിച്ചറിയാനും 10 പേര് നോക്കാനുമല്ലേ? ഉദാഹരണം ഇപ്പോൾ ഒരാൾ റീല് തന്നെ എടുത്തോട്ടെ, ഒരു സ്ത്രീ ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു റീൽ എടുത്താൽ തന്നെ ഇവർ ഓരോന്ന് കാണിച്ചും അല്ലെങ്കിൽ ഈ വസ്ത്രം താത്തിടുന്നതിന്റെ കാരണം 10 പേര് ലൈക്ക് കിട്ടാനാണോ? ആണെന്ന് നമുക്കെല്ലാം അറിഞ്ഞൂടെ? അത് അവർക്കും അറിയാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിനും കുറച്ച് മാന്യതയും മര്യാദയുണ്ട്. അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. സൽമാൻ ഖാനോ നമ്മുടെ പൃഥ്വിരാജോ ഫഹദ് ഫാസിലോ ടോപ്പ് ഷർട്ട് ഇടാതെ ഒരു ഫോട്ടോ എടുത്ത്, ചില സിനിമകളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, സിനിമകളിലെടുത്തൊരു ഫോട്ടോ എടുത്തിട്ടാൽ ഫേസ്ബുക്കും അത് അക്സെപ്റ്റ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമും അക്സെപ്റ്റ് ചെയ്യും, കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് പ്രശ്നമൊന്നുമില്ല. അതേ ചിത്രം മറ്റൊരു പെൺകുട്ടി എടുത്തിടുകയാണെങ്കിൽ ഫേസ്ബുക്ക് അത് ടേക്ക് ഡൗൺ ചെയ്യും, ഇൻസ്റ്റാഗ്രാം അത് ടേക്ക് ഡൗൺ ചെയ്യും, അല്ലെ? കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസമാണ്, ഫിസിയോളജി വ്യത്യാസമാണ്. ഇത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് എന്താ കാര്യം? ആർട്ടിക്കിൾ 14 ഉണ്ട്, അതുകൊണ്ട് പൃഥ്വിരാജിന് ഷർട്ട് ഇടാതെ, ഉണ്ണി മൂന്തന് 6 പാക്ക് കാണിച്ചുകൊണ്ട് ഷർട്ട് ഇടാതെങ്കിൽ എനിക്കും അത് വേണം എന്നൊരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഗുമ്മിന് പറയാം. അവിടെയാണ് നമ്മൾ പറയുന്നത് മാറുമറയ്ക്കൽ സമരം മഹത്തരമാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ തുറക്കൽ സമരം അത് ആഭാസമാണ്. മറക്കൽ സമരം മഹത്തരമാണ്. കാര്യം കേരളത്തിൽ ഒരു കാലത്ത് നിന്നിരുന്ന ജാതീയതയും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ പൂർവികന്മാർ പോരാടി ജയിച്ചതാണ്, അത് മഹത്തരമാണ്. പക്ഷേ ഇവിടെ ഫേസ്ബുക്കിൽ ആലങ്കാരികമായിട്ടൊന്നുമല്ല, കുറച്ച് വർഷം മുമ്പ് തുറക്കൽ സമരം എന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് തുറക്കുകയും പിന്നെ പംകിൻ എടുത്തു വെക്കുകയും ചെയ്യുന്ന, പിന്നീട് അതും തുറക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് മോശം? അത് ചില കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. മാർക്ക് സുക്കർബർഗ് മറ്റേ മലയാളി മാമനായിട്ടല്ലോ അത് ടേക്ക് ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സദാചാര പോലീസാണ് സുക്കറണ്ണൻ എന്ന് വിചാരിച്ചിട്ടല്ലോ ടേക്ക് ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ ട്വിറ്റർ അത് ടേക്ക് ഡൗൺ ചെയ്യുന്നത്. കാര്യം അങ്ങനെ യാന്ത്രികമായി ഇതെല്ലാം ശരിയാന്ന് പറഞ്ഞിട്ട് അർത്ഥമല്ല. ഇനി അത് സ്ത്രീകൾക്ക് മാത്രമാണോ? ഞാൻ വലിയൊരു വിശ്വാസിയാണ്, ഈ ഹിന്ദു വിശ്വാസ പാരമ്പര്യങ്ങളൊക്കെ വരുന്നതാണ്. ഞങ്ങളുടെ ഇടയിൽ ഈ അഘോരിമാരുണ്ട്, അല്ലെങ്കിൽ ജൈനന്മാരിൽ ദിഗംബരന്മാരുണ്ട്. ഞാൻ നാളെ ഒരു കോളേജിലേക്ക് പോയിട്ട് പറയുകയാണ്, ഞാൻ ഒരു ദിഗംബര സന്യാസിയായി മാറിയിരിക്കുന്നു.
ഇനിയും എനിക്ക് ദിക്കുകൾ മാത്രമാണ് വസ്ത്രങ്ങൾ. എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ അഹംബോധം പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും ഇടാതെ കോളേജിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികളാരും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് പെർവേർട്ടാണ്, ഇവൻ 2 അടി കിട്ടാത്ത എൻ്റെ പ്രശ്നമാണെന്ന് പറയും. അങ്ങനെ പറയുകയും വേണം. മലയാളത്തിൽ പറഞ്ഞ് മറ്റേ വാക്യം ഉപയോഗിക്കുന്നത് കഴപ്പാന്ന് പറയും. കറക്റ്റ്. അപ്പോ അതേപോലെ നമ്മുടെ സഹോദരിമാരും സുഹൃത്തുക്കളും, ഞാനൊരു സദാചാര ആംഗിളായിട്ട് നിന്ന് പറയുകയല്ല, പക്ഷേ ഒരു യാഥാർത്ഥ്യ ബോധമുള്ള സുഹൃത്തായിട്ട് നിന്ന് പറയുകയാണ്. ചില മാന്യതകളും മര്യാദകളും ഒക്കെ നമ്മൾ പാലിക്കണം. എന്ന് പറഞ്ഞാൽ ഫുള്ള് ചാക്കി കെട്ടി പോകണമെന്നൊന്നുമല്ല. നമുക്കൊരു ബാലൻസ് പിടിക്കണം. എക്സ്ട്രീം ആവണ്ട.